പബ്ജി ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗോഡ് എറർ ടീം എ വിഎസ് ടീം ബി, ആൽഫ റോമിയോ ആൻഡ് ആൽഫ വെനം. ഈ രണ്ട് ടീംസും തമ്മിലുള്ള ഒരു 2v2 10 റൗണ്ടഡ് മാച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കണ്ടറിയാം എന്ത് നടക്കും, ആര് ജയിക്കും, ആര് തോക്കും, ആര് കരയും, ആര് ചിരിക്കും, കണ്ടറിയാം. ഗോൾ ഇവിടെ ഫയർ തുടങ്ങിയിട്ടുണ്ട്. എറർ ഷോട്ട് ഗണ്ണുമായിട്ട് പുഷ് ചെയ്യുകയാണ്. ആൽഫ റോമിയോ മുഞ്ചിച്ചു. ആൽഫ റോമിയോ വന്നിട്ടില്ല. വെനം രണ്ടുപേരെയും എറർ എടുത്തിരിക്കുകയാണ്. ഒരു 1v2 ഫൈറ്റാണ് നമുക്കിപ്പോൾ ഇവിടെ കണ്ടത്. ആൽഫ റോമിയോ വീണ്ടും അടിച്ചിരിക്കുന്നു. വീണ്ടും ഒരു 1v2 മാസ്മരികമായ പ്രകടനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എററിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൽഫ വെനത്തിൻ്റെ ഒരു 24 ഡാമേജ് കിട്ടി. ആൽഫ റോമിയോ സൈഡിൽ കയറി വരുന്നു. ഗോൾ അടിച്ച് സപ്പോർട്ട് എടുക്കുന്നു. ആൽഫ വീണ്ടും അടി കൊണ്ടുപോടുന്നു. എററിൻ്റെ മാസ്മരികമായ ഒരു അടിക്കുന്ന അടി കണ്ടിട്ട് മിക്കവാറും ഇവർ തന്നെ ജയിക്കുമെന്നാണ് തോന്നുന്നത്. 10 കില്ലിനാണ് കളി വരുന്നത്. ഇപ്പോൾ തന്നെ ഗോഡിൻ്റെ ടീം 6 കില്ല് എടുത്തിട്ടുണ്ട്. ആൽഫയുടെ ടീമിൽ ആകെ ഉള്ള ഒരു കില്ല് മാത്രമാണ്. ഗോഡും എററും ഒരുമിച്ച് തന്നെ ആ ടീമിൽ രണ്ടുപേരെയും നോക്കാക്കിയിരിക്കുകയാണ്. ഗോഡ് അവിടെ നോക്കായിരുന്നു. അങ്ങനെ ആദ്യമായി ആൽഫയും വെനവും കൂടെ ഒരു കില്ലെടുത്തു. റോമിയോ വെനം എററിന് അടിക്കുന്നുണ്ട്, അടി കൊണ്ടില്ല. ഒരു മാസ്മരികമായ എസ്കേപ്പ് തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. റോമിയോ ചെന്ന് അടി വാങ്ങുകയായിരുന്നു. ഒരു 56 ഡാമേജ്. എറർ അടിച്ചിരിക്കുന്നു. ഡ്രോ ആയിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഇങ്ങനെയാണ് ഡ്രോ ആയതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഡ്രോ ആയിരിക്കുകയാണ്. ഗെയിം ബഗ്ഗായതാണെന്ന് തോന്നുന്നു. അവർ കഷ്ടപ്പെട്ട് കളിച്ചൊരു കളി ഡ്രോ ആയി പോയിട്ടുണ്ട്. എററിൻ്റെ അടിയൊന്നും കൊണ്ടിട്ടില്ല ഗൈസ്. ആൽഫ വെനം റോമിയോ ആൽഫ റോമിയോ നോക്കാണ്. ആൽഫ വെനം കറങ്ങി കയറുന്നുണ്ട്. ഗോഡിനടിച്ചു ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൽഫ പൊസിഷൻ പിടിക്കുകയാണ്. എറർ വീണ്ടും. എറർ തന്നെയാണ് ഇവിടെ ഒരു മാസ്മരികം കളിയാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എററിന്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. എറർ പൊസിഷൻ പിടിക്കാൻ വേണ്ടിയായിരുന്നു തോന്നുന്നു. കിടന്നിട്ട് എണീക്കാൻ പോയ സമയത്താണ് അടി കൊണ്ടത്. അതവന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ആയിപ്പോയി. അവിടെ ആൽഫ റോമിയോ മുകളിൽ കയറി കറങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്. വെനമാണെങ്കിൽ ബോംബ് കുക്ക് ചെയ്തു. എറർ വീണിട്ടുണ്ട്. റോമിയോ മുകളിൽ കൂടെ പുഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. റോമിയോ മുകളിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ. റോമിയോയുടെ മുമ്പിൽ തന്നെ ഗോഡ് വീണിട്ടുണ്ട് ഗൈസ്. എററിൻ്റെ ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാതിരിക്കാമോ? വെനം പൊസിഷൻ അറിയാതെ അടി കൊണ്ട് വീഴുകയാണ് രണ്ടുപേരും. ആൽഫ വെനവും ആൽഫ റോമിയോയും ഒരു സെയിം കില്ലോട് കൂടെ തന്നെ കംബാക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗോഡിന് പുറകിൽ നിന്നൊരു അടി. ഗോഡ് ബാക്കിൽ നിന്ന് കൊടുക്കാൻ നോക്കുന്നു. അടി കൊള്ളുന്നില്ല. ആൽഫ റോമിയോ രണ്ടുപേരും അവിടെ വളയുകയാണ് ഗൈസ്. ആൽഫ റോമിയോ അവിടെ ഇട്ട് പണി ഗൈസ്. രണ്ടുപേരും കൂടെ വളഞ്ഞിട്ട് പണി. പക്ഷെ വെനം ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുത്തെങ്കിലും സപ്പോർട്ട് കൊടുത്തതിന് രണ്ടും പടം ആയിട്ടുണ്ട് ഗൈസ്. എററിൻ്റെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നില്ല, അറിയില്ല. ഗോഡ് 2 കില്ല്, എറർ 1 കില്ല്. ആൽഫ വെനം 5 കില്ല്, ആൽഫ റോമിയോ 3 കില്ല്. ആൽഫ വെനം അഴിഞ്ഞാടുകയാണ് ഈ കളിയിൽ. കഴിഞ്ഞ കളി DBSൽ എറർ ഉറക്കിയപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വെനം അടിച്ചുറക്കുകയാണ് അവർ രണ്ടുപേരെയും. ഈ കളി ഇവർ പിടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഗൈസ്. കാരണം 8-4 ഇപ്പോൾ കളി നിൽക്കുന്നത്. 10 കളി. ഇനി 2 കില്ലും കൂടെ വേണം. ആൽഫ വെനം ഓഫ്ലൈൻ പോയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അനക്കമില്ല. ആൽഫ വെനത്തിന് ഗോഡിൻ്റെ അടി കിട്ടി. പക്ഷെ ഗോഡ് കവർ കയറിയിരുന്നു. എസ്കേപ്പ് അടിച്ചു. എറർ പുഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. എറർ പുഷ് ചെയ്തു. ടോപ്പിലോട്ട് ഓടിയിട്ടുണ്ട് ഗൈസ്. എറർ ടോപ്പിലോട്ട് ഓടി. ഒരു കില്ലിന്റെ വ്യത്യാസത്തിലാണ് ആൽഫ വെനവും ആൽഫ റോമിയോയുടെ ടീം നിൽക്കുന്നത്. ആൽഫ ബി
ആൽഫ ടീം നിൽക്കുന്ന ഒരു കളി പിടിച്ചിട്ടുണ്ട് ഗൈസ്. കളി പിടിച്ചു. മോളിന് ഗോഡ് മാത്രമാണുള്ളത്. ടോപ്പിൽ ഗോഡ് കളി ജയിക്കുമോ? ഇല്ല ഗൈസ്, ആ ഗോഡിനെ ഉറക്കി. ഒരു മരണവും കൂടെ മതിയാവും ഗൈസ് കളി മാറാൻ. കളി മാറിയാം. ആൽഫവനം പെട്ടുപോയിരിക്കുകയാണ് ഗൈസ്. ആൽഫവനം പെട്ടുപോയി. പക്ഷെ ആൽഫ റോമിയോ കില്ല് കംപ്ലീറ്റ് ചെയ്തതിനോട് കൂടെ തന്നെ കളി ജയിച്ചിരിക്കും. വീണ്ടും ഡ്രോ എന്നാണ് കാണിക്കുന്നത് ഗൈസ്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ. ഗെയിം ബഗ്ഗായതാണെന്ന് തോന്നുന്നു. ഇത് കാണുന്ന നമുക്കറിയാം ആരുടെ ടീമാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ടീമിൻ്റെ സ്കോർ 1-1 എന്നാണ് നിലയിലാണ് നിൽക്കുന്നത്. ഈ കളിയിൽ എസ്കേറ്റോളും M4 ആണ് ഗൈസ് വന്നിരിക്കുന്നത്. ആൽഫ വേണം ഒരു ബോംബ് കുക്ക് ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഗണ്ണിൽ എറർ ഒരു പുലിയാണെന്ന് തന്നെയാണ് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ഗോഡ് അവിടെ നോക്കാണ്. എററിന് ഇവിടെ ആൽഫ റോമിയോനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എററുടെ ബാക്ക്ഗ്രൗണ്ടിൽ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. ആൽഫ റോമിയോയ്ക്കും ഗോഡ് അടിച്ചിട്ടിരിക്കുകയാണ് ഗോഡിന്. ആൽഫ വെനം വന്ന് രണ്ടുപേരും എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ കളി സെയിം കിൽ കൗണ്ടോടെ രണ്ട് ടീം നിൽക്കുന്നത് 3-3. ഇപ്പൊ 4-3 ആയിരിക്കുകയാണ് ഗൈസ്. രണ്ടുപേരും ഒരുമിച്ചിട്ട് പൊത്തിക്കളഞ്ഞു ഗൈസ് ആൽഫ വെനത്തിനെ. നമുക്ക് എന്ത് വേണം ഇവിടെ നടക്കാം. ശരിക്കും ഇതൊരു കംബാക്ക് ഗെയിം പ്ലേ ആയിരിക്കുമോ ഇല്ലയോ? എറിന്റെയും ഗോഡിന്റെയും ഒരു കംബാക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോഡ് നല്ല ബ്ലാങ്ക് ആയിട്ട് റഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. എറർ കിടലമായിട്ട് സപ്പോർട്ട് എടുത്താണ് കളിക്കുന്നത്. എറർ ഒളിച്ചിരുന്ന ബാക്കിൽ നിന്ന് പുഷ് ചെയ്യുകയാണ് ഗൈസ്. അവർ മാസം ഒരു മിന്നൽ വേഗത്തിൽ മൂന്നാമത്തെ റൗണ്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പൊ 2-1 എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് ഗൈസ്. ഗോഡ് റൈറ്റ് സൈഡ് പുഷിംഗ് ആണ് നോക്കുന്നത്. ജസ്റ്റ് മിസ്സിലാണ്. അവിടെ ആൽഫ ക്യാമ്പിങ് പോലെയായിരുന്നു. ആൽഫ റോമിയോ എൻ്റെ കണ്ടത് ഏറെ നോക്കുന്നുണ്ട് ഗൈസ്. ആൽഫ കളി പിടിക്കുമെന്നാണ് നമ്മൾ കണ്ടതല്ലേ. ഗോഡ് വഴി കുടുങ്ങിപ്പോയെന്ന് തോന്നുന്നു. ആൽഫ റോമിയോ അടിച്ചിരിക്കുന്നു. ആൽഫ ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വരുന്നു. കളി പിടിക്കുമോ ഇല്ലയോ? പ്രോ പ്ലെയർ 90 FPS. 90 FPS വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഗോഡ് ഓപ്പണിൽ നിന്നാണ് മെഡടിച്ചോണ്ടിരിക്കുന്നത്. ഗോഡിനെ വളഞ്ഞു. ഗോഡിനെ പൊത്തി. അതുകൊണ്ട് മാസമേക്ക് ധൈര്യശാലിത്തെയും കാരണം ഓപ്പണിൽ നിന്നുള്ള മെഡടി ഒരു വലിയ ദ്വാരമായി പണികാർ കൊടുത്തിരിക്കുന്നു. എറിനെ വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൽഫ വെനത്തിൻ്റെ ഒരു കംബാക്കാണ് നമ്മളിവിടെ കണ്ടത്. ആൽഫ വെനം 3 കില്ലും ഗോഡ് 2 കില്ലുമാണ്. എററും നില്ലാണ്. എററും ആൽഫ റോമിക്ക് 1 കില്ലേ ഉള്ളൂ. ആൽഫ റോമി എന്താണ് കാണിക്കുന്നത്? അവിടെ ബാക്കിൽ നിന്ന് വരുന്ന പേരെ കൊണ്ടുപോയി കളിച്ചിരുന്നു. ആൽഫ വെനത്തിൻ്റെ ഒരു അടി അവിടെ കണ്ടത്. ഗോഡിനെ എടുത്തിരിക്കുകയാണ് ഗൈസ്. അവർ ആൽഫ വെനം ഒരു മാസ്മരിക പോരാട്ടം തന്നെയാണ് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. അവിടെ രണ്ടുപേരും ആൽഫ വെനത്തിനെ ചേർന്ന് അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആൽഫ വെനം റോമിയോ ഒന്ന് പെടുകയാണ്. റോമിയോ ഒരടിയും കൊള്ളുന്നില്ല ദേഹത്ത്. എല്ലാം ചുവറിൻ്റെ പുറത്തൊക്കെയാണ് കൊള്ളുന്നത്. ഒരു ഹെഡ് മാസ്മരിക ഹെഡ് അടിച്ച് ഗോഡിനെ അവിടെ ഇറക്കിയിട്ടിരിക്കുകയാണ് ഗൈസ്. ആൽഫ റോമിയോയുടെ ഒരു മാസ്മരിക പോരാട്ടം നമുക്ക് കാണാൻ പറ്റുമോ ഇല്ലയോ? വീണ്ടും ഇവർ ടൈ ആയിരിക്കുകയാണ്. 2-2 എന്നുള്ള നിലയിലാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. ഇവർ എന്ത് ചെയ്യുമെന്ന് എന്ന് നടക്കുന്ന ഒരു പിടുത്തവും ഇല്ല. 2 രീതി കളിച്ചിട്ടുണ്ട് അമ്മേ. ഇത് എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ ഇത് എററിൻ്റെ മാപ്പായിട്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അവർക്കാണ് ഈ മാപ്പിൽ അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം അവർ അങ്ങനത്തെ പൊസിഷനിലാണ്. പക്ഷേ എററിൻ്റെ ഒരു ചെറിയ മണ്ടത്തരം കാണാൻ ഓപ്പണിൽ ഇറങ്ങിയെന്ന് അടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഓപ്പണിൽ ഇറങ്ങിയെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഓപ്പണിൽ ഇറങ്ങിയെന്ന് അടി വാങ്ങിച്ചു. ആൽഫ റോമിയോ പെട്ടിട്ടുണ്ട് ഗൈസ്. ആൽഫ റോമിയോ ഗോഡും എററും കൂടെ അതിൻ്റെ അകത്തൊരു പണിയാണ് വിട്ടത് ഗൈസ്.
ആൽഫവനത്തിൻ്റെ ഒരു ധൈര്യശാലിയായ ഒരു പോരാട്ടം തന്നെ നമ്മുടെ കണ്ടത്. ആടി കൊണ്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചു പിരിച്ചാണ് M4 എടുത്തുകൊണ്ട് ചെന്ന് മുന്നോട്ട് കയറിയത്. വീണ്ടും ഗോഡ് മതിലിൻ്റെ ബാക്കിൽ നിന്നാണ് കവർ കൊടുക്കുന്നത്, വേറൊരു വീട്ടിൻ്റെ അകത്ത് നിന്നും. ഗോഡ് നൈസിന് ബാക്ക് വഴി പുഷ് ചെയ്ത് കറങ്ങി കയറുന്നുണ്ട് ഗൈസ്. എത്തി. ആൽഫവനം അത് കാണുന്നില്ല. ആൾ ഗോഡിൻ്റെ അടി കിട്ടുന്നു. ഗോഡ് അവിടെ എറിനെയും പിന്നെ റോമിയോയും അടിക്കുന്നു. ഒരു കംബാക്ക് തന്നെയാണ് ഗോഡ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാനാകില്ല എന്നുള്ളൊരു മാസ്മരിക ധൈര്യം തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും റോമിയോയെ അടിച്ചിട്ടിരിക്കുകയാണ് ഗൈസ്. റോമിയോയുടെ ഒരു പുഷിങ് ഇവിടെ ഉണ്ടാകും. ചാൻസ് ഉണ്ട് കിട്ടാൻ. ബാക്കിലാണെന്നുള്ള കാര്യം അറിയാം. രണ്ട് സൈഡിൽ വളർന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഗോഡും വേണ്ടിയിരിക്കുകയാണ് ഗൈസ്. അവിടെ ആൽഫ റോമിയോ ഇപ്പം കളി കംബാക്ക് പിടിച്ചിരിക്കുകയാണ്. ആൽഫ റോമിയോയ്ക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അടികളൊന്നും വലുതായിട്ട് കൊള്ളുന്നില്ല. തലയ്ക്ക് വരെ കുണ്ടിക്കൊക്കെയാണ് അടിക്കുന്നത്. എന്നാൽ ആ പൂഴത്ത് ചത്തുകൊണ്ടിരിക്കുകയാണ് ആൽഫ റോമിയോ. ആൽഫ റോമിയോ ഡാമേജ് കിട്ടി. പക്ഷേ എററാണ് കൊന്നത്. ആടിയിൽ എറർ വീണു. ഗോഡ് അവിടെ നിന്ന് ബ്ലാങ്ക് ഫയർ എടുക്കുന്നുണ്ട്. നമ്മുടെ മേനം ഒരു ബ്ലാങ്ക് ഫയറാണ് കൊടുക്കുന്നത്. ഒരു നോൺ സ്കോപ്പ് ഫയറിങ് ആണ് അവിടെ കാണിച്ചു കൂട്ടുന്നത്. ഓവർ ധൈര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. എററിനെ ആൽഫാനും എടുത്തിരിക്കുന്നു. ഗോഡ് കവർ കൊടുക്കാൻ വേണ്ടി ബാക്കിൽ നിന്ന് വരുന്നുണ്ട്. എന്ത് നടക്കുമോ ഇല്ല എന്തിനു മാത്രം അറിയാം. റോമിയോ അടിച്ച് കംബാക്ക് അടിച്ചിരിക്കുന്നു. ഗോഡിനെ വേണം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. ബാക്കിയുണ്ടായിരുന്ന 18 ഉണ്ടെങ്കിൽ ആൽഫ കൺഫ്യൂഷൻ കളി ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ 3-4 എന്നുള്ള ഒരു ടീം ആൽഫ വിജയം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചന്നം പിന്നെ മടിയാണ് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നടക്കുന്നത്, എന്താ നടക്കാതിരിക്കുന്നത് മാസ് കംബാക്കാണ് ഇപ്പോൾ നമ്മുടെ ടീം ആൽഫ കാഴ്ച വെച്ചിരിക്കുന്നത്. രണ്ടുപേരും വീട് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. DBS ആയതുകൊണ്ട് തന്നെ ഗോഡ് വേറെ കൂടെ മിക്സ് ചേർന്ന് കവറിൽ ഗോഡ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് രണ്ടുപേരെയും. എറർ മതിൻ്റെ ബാക്കിലുള്ള ആളെ കാണാതെ മതിൽ വീട്ടിനകത്തുള്ളവരെ മാത്രം കണ്ട് പുഷ് ചെയ്ത് ബാക്കിൽ കിട്ടി. ഗോഡിൻ്റെ മാസ്റ്ററിങ് പാട് തന്നെയാണ്. ആൽഫ റോമിയോ DBS കൊണ്ട് പുഷ് ചെയ്യുകയാണ് ഗൈസ്. ആടിന്ന് വെറുതെ ആയി. ഗോഡിൻ്റെ ആൽഫ വെനത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടി. ആ 3x സ്കോപ്പിട്ടാണ് അടിച്ചുകൊണ്ടിരുന്നത്. സ്കോപ്പ് മാറ്റിയല്ലേ ഇവർ ഉപയോഗിക്കുന്നത്. 3x തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നേരെ നോക്കുകയാണെങ്കിൽ ആൽഫ റോമിയോ ആൽഫ വെനം ഗോഡ് അടിച്ച് പട്ടി വിറ്റിലാക്കി വീണ്ടാത്തിട്ട് കഴുകി വീട്ടിലെടുത്തിരിക്കുകയാണ്. രണ്ടുപേരെ അടിച്ച് നോക്കാക്കി. രണ്ടിനും ലിറ്റ് തന്നെയാണ് ഗൈസ്. രണ്ടുപേരെ അടിച്ചിട്ടുണ്ട് ഗൈസ്. രണ്ടുപേരെ അടിച്ചിട്ടുണ്ട്. ഗൈസ്. രണ്ടുപേരെ അടിച്ചിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ആൽഫ റോമിയോ സോൺ ഔട്ട് പോയി ചത്തിട്ടുണ്ട്. വഴിമാറിപ്പോയതാണെന്ന് തോന്നുന്നു. അതോ പേടിച്ചെത്താണോ അറിയില്ല. എററും ഗോഡും അവിടെ മതിലിൻ്റെ ബാക്കിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൽഫ വെനവും ആൽഫ റോമിയോ വീട്ടിൻ്റെ ബാക്കിലും മതിലിൻ്റെ ബാക്കിലുമായിട്ട് കവറിങ്ങാണ്. അവർ രണ്ടും തമ്മിൽ ഫൈറ്റ് എടുക്കുന്നുണ്ടെങ്കിലും ആര് വീഴുമെന്ന്. ആൽഫ റോമിയോയ്ക്കും ഗോഡിനും ഒരേപോലെ അടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആൽഫ റോമിയോ ഗോഡും അതേ ഒരേപോലെ ലിറ്റാണ്. ആൽഫ റോമിയോ 1 HP ആണെങ്കിൽ ഗോഡ് വന്നിട്ട് വെറും 10 HP ആണ്. മനോഹരമായൊരു പുഷ്. ഹെൽത്ത് കുറവാണെന്ന് അറിഞ്ഞ ധൈര്യത്തിൽ തന്നെ ആയിരിക്കണം ആൽഫ പുഷ് ചെയ്തിട്ടുള്ളത് ഉണ്ടാവണം. ആൽഫ വെനോമിക്ക് അടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ആൽഫ വെനം വീട്ടിനകത്ത് ക്യാമ്പിങ്ങാണ്. അടി കിട്ടിയതിനാൽ ഓടും രക്ഷപ്പെടുന്നുണ്ട്. എററിനെ ഉറക്കിയിരിക്കുന്നു. ഗോഡ് അവനെ ഉറക്കിയിരിക്കുന്നു. ഗോളാണ്. ഗോഡ് കംബാക്ക് അടിക്കുന്നു. ആവശ്യമില്ലാത്ത തക്കങ്ങളിൽ റോമിയോ കവറെടുത്ത് കളിക്കുന്നുണ്ട്. അവിടെ പുഷ് ചെയ്തിരുന്നെങ്കിൽ മനോഹരമായ രീതിയിൽ തന്നെ നമുക്കവിടെ ഗോഡിന് എടുക്കാൻ പറ്റുമായിരുന്നു അവർക്ക്. പക്ഷെ അവർ പുഷ് ചെയ്തില്ല.
ആൽഫ വെനോം ആൽഫ റോമി മാസ് വെനോം ഒരൊറ്റ കില്ലിന്റെ വ്യത്യാസത്തിലാണ് ഇവിടെ വിജയം പോകുന്നത്. അവർക്ക് അവർക്ക് വേണ്ടി അങ്ങനെ 3-3 എന്ന പേരിൽ അവർ കംബാക്ക് അടിച്ചിരിക്കുകയാണ്. ഈ കളിയിൽ AK-47 M4 ഗൈസ് കയ്യിലുള്ള തോക്കുകൾ. AK ഉള്ളതിൻ്റെ ധൈര്യമാണോ ധൈര്യമല്ലായ്മയാണോ? ആൽഫ പുഷ് ചെയ്തു, ആൽഫ റോമിയോ പുഷ് ചെയ്തു, ആൽഫ ചെയ്തു. എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്. വെള്ളത്തിനെ പുറത്തുകൊണ്ടുവരാൻ ഗോഡ് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പോക്കറ്റ് വരുന്നില്ല. എയർ നോക്കായിട്ടിരിക്കുകയാണ് ഗൈസ്. എയർ നോക്കായി. ഓ ആൽഫ റോമിയുടെ കമ്പാക്കാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഈ എന്നെ അടിച്ചാൽ ഞാൻ നിങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളൊരു മാഷ്മരിക ഡയലോഗോടുകൂടിയാണ് റോമിയുടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഗോഡ് വന്നിറങ്ങുന്നതിന് മുമ്പ് തന്നെ നോക്കായിരിക്കുകയാണ് ഗൈസ്. റോമി ആ തക്കത്തിൽ തന്നെ പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ഓ റോമി എറന്ന് അതിൻ്റെ അതിട്ട് വളഞ്ഞു ഗൈസ്. അത് കുത്തിക്കളഞ്ഞു ഒരു റൂമിലൊക്കെ. അതേപോലെ തന്നെ 2 റൂമിലൊക്കെ പുഷ് ചെയ്ത് കയറുന്നുണ്ട് ഗൈസ്. ആൾക്കാരെ രക്ഷപ്പെടാനാണ് ആൽഫ നടത്തിയിരിക്കുന്നത്. ഗോഡിനെ ഒട്ടും ഹെൽത്തില്ല. എറർ അത് കണ്ടുകൊണ്ട് പുഷ് ചെയ്തിരിക്കുകയാണ്. ഓ എററിനെ അവിടെ പണി കാഴ്ച. ആൽഫ മാത്രമേ കമ്പാക്ക് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ എറർ അല്ലാത്ത രീതിയിൽ ഓപ്പണിലായി പോയി. ആൽഫ എറർ ഇനി എന്നെ എടുത്താൽ ഞാൻ നിന്നെയും എടുക്കുമെന്നുള്ള ഒരു മുൻ സ്പീഡോട് തന്നെയാണ് എറർ കയറി വന്നത്. ഇപ്പം ഗോഡ് വന്ന് ആൽഫ അടിക്കാനുള്ള ചാൻസ് നിങ്ങൾ കാണുന്നു. എററാണ് വിളിക്കുന്നത്. അവർ നല്ലൊരു പൊസിഷൻ നോക്കിയാണ് കൈസാർ കളിക്കുന്നത്. എന്നാൽ ആൽഫ റോമി ബ്ലൈൻഡ്ലി അതിൻ്റെ ഇടയിലും ഒരു എതിർ ടീം കളിക്കുന്ന മണ്ടത്തരങ്ങളുടെ കാരണത്താൽ ആൽഫ റോമിക്ക് കിട്ടി കിട്ടുന്നുണ്ട്. നോക്കുകയാണെങ്കിൽ ആൽഫ തന്നെയാണ് ഒരു മാസ്മരിക പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അവർ അവിടെ നിന്ന് പുഷ് ഫോർവേഡ് ചെയ്യുന്നില്ല. കളി 4-3 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറിയിക്കുന്നത്. ടീം ആൽഫ 4 കളി, ടീം ഗോഡ് 3 കളി. ആൽഫ റോമിയോയെ ഗോഡ് P90 അടിച്ച് ഉറക്കി വിട്ടിരിക്കുന്നത്. സ്റ്റാഡി ഓടാൻ പോലുമുള്ള സമയം കൊടുത്തിട്ടില്ല. എററിന് ആൽഫ വെനോം കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓ ഗോഡ് P90 ഗോഡാണ്. ഗോഡെന്നും പറഞ്ഞ് P90 ഗോഡെന്നത് ഗോഡ് ലെക്സ് ആണെന്നുള്ള പെരുമാറ്റം കൊണ്ടാണ് ഇവിടെ ഗോഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ചന്നം പിന്നമാണ് ഗോഡിനോട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ എറർ ഗോഡിൻ്റെ ടീമിലുള്ള ഞാനും അത്രയ്ക്ക് ഇതല്ല എന്നുള്ള പുറത്താണ്.
ஆனால் ആൽഫ അവരെക്കാളും വലിയ ഒരാളാണെന്ന് തെളിയിക്കാൻ വേണ്ടി കയറി ചെന്നു. പക്ഷേ എറർ ബാക്ക് സപ്പോർട്ട് കാരണം ഗോഡ് വീഴുകയാണ്. എറർ ആൽഫാവിനെ വീഴുകയാണ് ചെയ്തത്. അവിടെ എറർ ഇരുന്ന് ഗോഡിനെ റബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹില്ല് കൊടുക്കൂല എന്നുള്ളൊരു വാസ്തവത്തിലാണ്. ആ ഗോഡിൻ്റെ എററിന് ഒരു ഫ്രീ ഫയറിൻ്റെ പുറത്ത് ആൽഫാവിനെ വീണു. ആൽഫാവിനെ വീണു. ആൽഫ റോമിയോ അവിടെ വീടിൻ്റെ അകത്തിരുന്നാണ് ക്യാമ്പ് ചെയ്യുന്നതെങ്കിലും ഗോഡ് അവനെ കണ്ടിട്ടില്ല. ആ ഗോഡ് കണ്ടുകൊണ്ടാണ് കൊണ്ടില്ല. അതിൻ്റെ പുറത്തിൽ തന്നെ ചുമരിലാണ് അടിച്ചത്. എറർ അവിടെ നിന്ന് സപ്പോർട്ട് കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എറർ അവിടെ നിന്ന് കവർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എററിനെയും ഈ വീടിൻ്റെ ഉയർ എന്നുള്ള രീതിയിലാണ് ആൽഫ അവിടെ നിൽക്കുന്നത്. രണ്ടുപേരും വീടിൻ്റെ അകത്ത് വെച്ച് തന്നെ അടിയും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. എറർ പുഷ് വേഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഗോളോട് നോക്കാണ്. മാക്സിമം അവിടെ കില്ലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരെ അവിടെ ആൽഫ തന്നെ അവിടെ തിരികെയാണ് ഗൈസ്. ഒരു മാസ്മരിക കംബാക്ക് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. 5-5 എന്നുള്ളതിന് ആൽഫാവിനെ അവിടെ എടുത്തിരിക്കുന്നു. ആൽഫ റോമിയോയുടെ ഒരു സപ്പോർട്ടോട് കൂടി ആൽഫ റോമിനെ അവിടെ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ആൽഫ റോമിയോ അഴിഞ്ഞാടുകയാണ്. നെയ്യാറ്റിങ്കര ആൽഫ നമ്മുടെ ആൽഫ സ്കോപ്പിട്ട് പിന്നീട് അതാ അടിച്ചണ്ണാക്കി കിട്ടി. ആൽഫയുടെ വായിൽ തന്നെ രണ്ടുപേരുടെ പീനറ്റിലുണ്ടെന്ന് അറിഞ്ഞിരിക്കുകയാണ്. റോമിയോ ആദ്യമായി വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ആൽഫ റോമിയോയുടെ ഗോഡിൻ്റെ കില്ലും ആൽഫ എറർ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആൽഫ എററിനെയും ആൽഫ ഗോഡ് കളി. ഗോഡിൻ്റെ ഒരു ബ്ലൈൻഡ് പുഷിങ് നമുക്ക് കാണാൻ പറ്റുമോ? വന്ന എറർ ഓൺ ദ സ്പോട്ട് തന്നെ FPP ഇട്ട് അടിച്ചുറക്കിയിരിക്കുകയാണ് ഗൈസാർ. ആൽഫ റോമിയോയുടെ മെനുവെടുത്തിന് ഒരു കംബാക്ക് തന്നെ നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ലാത്തൊരു മൂവ്മെൻറ്റ് കാരണം അവിടെ ആൽഫ റോമിയോ വീണത്. എറർ അവിടെ MG3 ഇട്ട് തന്നെ രണ്ടുപേരും എടുത്തിരിക്കുകയാണ്. ഗോഡിന് ഇടയ്ക്കൊന്നുമില്ല. ഗോഡ് ഓഫ്ലൈൻ പോയിരിക്കുന്നു ഗായ്സ്. ഇപ്പോൾ ഇവിടെ 1v2 എന്നുള്ള സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നോ എന്ത് ആകുമെന്നോ ഒരു പിടുത്തവും ഇല്ല. അവിടെ എററിൻ്റെ ഒരു മാസത്തിനെ പോലെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല ഗായ്സ്. ഇവിടെ പാവം എറർ അവിടെ 1v2 ആണ് എടുക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ സ്വന്തം ടീമായ ഗോഡ് അവനെ കളഞ്ഞിട്ട് പോയിരിക്കുകയാണ് ഗായ്സ്. പകുതിക്ക് എററിനെ അവിടെ എല്ലാവരും കൂടെ എടുത്തിട്ട് ഉടുക്കുകയാണ് ഗായ്സ്. സത്യം പറഞ്ഞാൽ അടി വീണ്ടും കിട്ടുന്നു. എറർ ഉറങ്ങുന്നു. അടിച്ചിട്ട് ഉറക്കുകയാണ് ഗായ്സ്. അവിടെ എററിൻ്റെ ഒരു കംബാക്ക് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല ഗായ്സ്. റോമിയോ വീണ്ടും എടുത്ത് കംബാക്ക് അടിച്ചു. 5-5 എന്നുള്ള അവസ്ഥയിൽ ജയിക്കുമ്പോൾ 5-4 എന്നുള്ള ജയിക്കുമ്പോൾ ശരിയാണ്. ഒരാൾ വീടിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരാൾ വീടിൻ്റെ പുറത്ത് പോകുന്നു. ഒരാൾ വീടിൻ്റെ പുറത്ത് പോകുമ്പോൾ ഒരാൾ വീടിൻ്റെ അകത്ത് കയറുന്നു. എന്താണ് ഇവിടെ വാട്സാപ്പിന്? ആൽഫ റോമിയോയുടെ ഒരു മാസ്മരിക പോരാട്ടം. അവിടെ 5-5 എന്നുള്ള നിലയിൽ രണ്ടുപേരും നിൽക്കുകയാണ്. ആൽഫ എറർ ഇവിടെ നിൽക്കുകയാണ്. 1v2 ചട്ടി അല്ല M4 vs ഈ സോങ്ങിൻ്റെ പേര് കേട്ടോ ഗൈസ്. സോറി. ഒരു 7 പ്രോ സോക്ക്. ആൽഫ റോമിയോയ്ക്ക് അടിയിട്ടിട്ടുണ്ട് ഗൈസ്. ആൽഫ വരം സപ്പോർട്ട് എടുത്തതിനാൽ എറർ ഓടിയ ഷോട്ട് ஆனால் ആൽഫ റോമിയോ നിന്ന് എറർ വന്ന് രണ്ടുപേരും എടുത്തിട്ട് പോയിട്ടുണ്ട് ഗൈസ്. അവിടെ എററിന് തപ്പി നടക്കുകയാണ് ഗൈസ്. ആ രണ്ടുപേരും ചാടി അടിച്ചു ഗൈസ്.
ആൽഫ റോമിയോ അവിടെ കുടുങ്ങിപ്പോയി ഗൈസ്. അങ്ങനെ പണി വിട്ടു. ആൽഫ റോമിയോ വെനം എന്താകും? ആൽഫ വെനം എന്താകും? ആൽഫ വെനം റോയാറിനെ എടുത്തു. നിനക്ക് എന്നെ തൊടാനാകില്ല എന്നുള്ളൊരു മാസ്റ്റിക ധൈര്യം തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഷോൾഡറും 1v2 ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം കളിക്കാൻ ഭയങ്കര പാടായിട്ടാണ് തോന്നുന്നത് അവന്. ആൽഫ വേനത്തിനെ ഫിനിഷ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. 3-3 ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പം എറട്ടിക്കായതുകൊണ്ട് തന്നെ ആൽഫ റോമിയോയും സൂക്ഷിക്കണം, ആൽഫ വേനത്തിനെയും സൂക്ഷിക്കണം. ആൽഫ റോമിയോയുടെ പീക്കിംഗ് എറിനൊരു പാഠമായി കൊണ്ടിരിക്കുകയാണ്. ആൽഫ വനം ഇവിടെ കിടന്ന് അഴിഞ്ഞാടുകയാണ് ഗൈസ്. ആൽഫ റോമൻ കിടന്ന് പുഴുക്കുകയുമാണ് ഗൈസ്. ലാസ്റ്റ് റൗണ്ട് എറർ പിടിക്കുമോ? എററിൻ്റെ ഒരു മാസം പ്രതീക്ഷിക്കാത്ത ഷോട്ട് രണ്ടുപേരെയും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ആൽഫ വനവും ആൽഫ റോമിയും ഒരുമിച്ചാണ് രണ്ടുപേരും പുഷ് ചെയ്തത്. ഈ കളി കണ്ട കോളിന് എറർ പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിലും ടീം സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ടീം ആൽഫ ജയിക്കാനാണ് ചാൻസ് കൂടുതൽ. ഒറ്റയടിക്കാണ് എറർ അവിടെ 2 കില്ലെടുത്തിരിക്കുന്നത്. അങ്ങനെ 7 കില്ലായിട്ടുണ്ട്. 6-7 സ്കോർ നിൽക്കുന്നത് ഇപ്പം. ഓക്കെ, അത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അടിയായിരുന്നു എററിന് കിട്ടിയത്. എററിൻ്റെ വീട്ടിൽ തന്നെ ഒരാൾ ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഗോഡ് ഇട്ടിട്ട് പോയതിൽ എററിനോടെ കിടന്ന് പ്രാകുന്നുണ്ടാകാം. നമുക്ക് അവൻ്റെ അടിയുടെ വേദനയിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി അവൻ്റെതായിട്ട് ഓർമ്മനം. സ്വന്തം ടീം ചതിക്കുമ്പോൾ ഉള്ളൊരു വേദന വേറൊരാൾക്കും എനിക്ക് മനസ്സിലാകും. പറയാം, നമ്മൾ ദില്ലിയിലൊക്കെ വളരുന്ന കുട്ടികളായിരുന്നില്ല ടെന്നീസ് കാലഘട്ടം. നമുക്കത് അറിയാൻ പറ്റും. എററോടെ ഒറ്റയ്ക്ക് കിടന്ന് പോരാടുകയാണ് രാജാവിനെ പോലെ. കാരണം ഒന്നും നടക്കുന്നില്ല അങ്ങോട്ട്. ബട്ട് എറർ അവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അവൻ്റെ പ്രായത്തിൻ്റെ ഒരു ഇത് വെച്ചിട്ട് അവൻ മാസ്മരിക പോരാട്ടം തന്നെയാണ് അവൻ്റെ ഈ പ്രായത്തിൽ അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ റബ്ബ് എടുക്കുകയാണ് ഗൈസ്. അവിടെ റബ്ബിങ്ങാണ് ആൽഫ വനത്തിൻ്റെ വക. അവിടെ കില്ല് ഫിനിഷാൻ നോക്കിയെങ്കിലും കില്ല് ഫിനിഷാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ ബോംബ് കുക്കിങ്ങാണ് അവിടെ. അത് ആൽഫ വനത്തിൻ്റെ ഒരു ചെറിയൊരു കഴപ്പായിരുന്നു ഗൈസ്. അത് അവർക്ക് 2 കില്ല് കൂടെ വേണം എററിൻ്റെ ടീമിന്. അത് അതേസമയം ആൽഫ ടീം ആൽഫയ്ക്ക് 1 കില്ല് മതി. എന്ത് നടക്കുമോ എന്തോ ദൈവത്തിനറിയാം. 8-9 എന്നുള്ളൊരു എന്താണ് നിൽക്കുന്നത്. ടീം ആൽഫയുടെ ഒരു മാസത്തിലേക്ക് പോരാട്ടം തന്നെയാണ് ഇവിടെ നമ്മൾ കണ്ടത്. 55-32 ആയിരുന്നു ആൽഫ ടീമിൻ്റെ കിൽ. ടോട്ടൽ കിൽ കൗണ്ട് ആൽഫ വനം 55, ആൽഫ റോമിയോ 32, ബോർഡ് 31 കില്ല്, എറർ 35 കില്ല്. ഇതിനു വേണ്ടി റീമാച്ച് ആഗ്രഹിക്കുന്നുള്ളവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.